എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൂങ്കോടസിൽ നിന്ന് ഓണത്തിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് അവരുടെ ഓണം കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഓണം കളക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അവർക്ക് ഡിസ്പാച്ച് ചെയ്യുകയും നമുക്ക് പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് മുൻപ് വിഷു ടൈമിൽ ഒരു സെറ്റ് മുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഓർഡർ ചെയ്തത് മെയ് 7-നായിരുന്നു. എനിക്കിത് കയ്യിൽ കിട്ടിയത് 1 ജൂലൈ ആണ് കേട്ടോ. അവരുടെ വെബ്സൈറ്റിൽ ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ഓഗസ്റ്റ് 10 ഒക്കെ ആകുമ്പോഴത്തേക്കും ഡിസ്പാച്ച് ചെയ്യാമെന്നായിരുന്നു അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് നേരത്തെ പറഞ്ഞതിനേക്കാളും നേരത്തെ കിട്ടി. ഏകദേശം ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത് കയ്യിൽ കിട്ടി. അപ്പോൾ ഇതൊരു ധാവണി സെറ്റാണ് കേട്ടോ. ഇതിൽ കാണുന്ന പോലെ നല്ലൊരു ബ്രൈറ്റ് റെഡാണ്. ഈ ക്യാമറയിൽ എത്രമാത്രം കളറ് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ഒരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു റെഡാണ്. ഞാൻ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് സൈഡിൽ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവുമല്ലോ. ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇത് നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച്ഡാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലൗസാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ നമുക്ക് 2.5 മീറ്റർ ലെങ്ത്ത് വരുന്ന ധാവണീൻ്റെ ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. ഇതിൽ കാണുന്ന പോലെ തന്നെ നെക്കിൽ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു നെക്കിൽ കൊടുത്തിട്ടുള്ള വർക്ക് റൈറ്റ് സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ലെഫ്റ്റ് സൈഡിൽ അത് വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിൽ നമുക്ക് ആ ഒരു നെക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വർക്ക് വന്നതുകൊണ്ട് തന്നെ നമുക്കിതൊരു ടോപ്പ് ആൻഡ് സ്കേർട്ടായിട്ടും സ്റ്റിച്ച് ചെയ്ത് ഇടാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പം ഞാൻ ഇതിൽ കാണിക്കുന്നത് സ്ലീവ്സിലും വർക്ക് വരുന്നുണ്ട്. ഇതിൽ കാണുന്ന പോലെ തന്നെ നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല ഹെവി ആയിട്ടാണ് 2 സ്ലീവ്സിലും വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നെക്കിലും സ്ലീവ്സിലുമാണ് നമുക്ക് വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റിച്ച്ഡ് സ്കേർട്ടാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്നത് ഇതിൻ്റെ കൂടെ വന്ന ദുപ്പട്ടയാണ് കേട്ടോ. നല്ല വീതിയും നീളമൊക്കെ ഉള്ള ദുപ്പട്ട തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഗോൾഡൻ കളർ ബോർഡറാണ്. ഒരു സൈഡിൽ നല്ല വീതി കൂടുതലായിട്ടും ഒരു സൈഡിൽ വീതി കുറവുള്ള ബോർഡറാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ദുപ്പട്ടയുടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, മടക്കി അടിച്ചിട്ടുണ്ട്. അത് നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ക്വാളിറ്റിയിലൊന്നും കാര്യമായിട്ട് പ്രത്യേകിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല. കാരണം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഹാൻഡ് വർക്ക് ആണെങ്കിലും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. പിന്നെ പറഞ്ഞതിനേക്കാളും മുൻപ് വന്നതുകൊണ്ട് അതും നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് സ്റ്റിച്ച്ഡ് സ്കേർട്ടാണ്. ഇതിൽ കണ്ടില്ലേ, പ്ലീറ്റ് ഇട്ടിട്ടാണ് അവർ, കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് അവർ ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഉണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മീഡിയം സൈസാണ്. എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യമായിട്ട് ഓൾട്ടർ ചെയ്തെടുക്കാനൊന്നുമില്ല. ലെങ്ത് ആണെങ്കിലും വിഡ്ത്ത് ആണെങ്കിലും എല്ലാം എനിക്ക് ഈ ഒരു സ്കേർട്ട് നല്ല കറക്റ്റാണ്. എൻ്റെ സൈസ് മീഡിയം ആണ്. ഞാൻ മീഡിയം ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല കേട്ടോ. പിന്നെ ഇത് വന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് ചുളിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ആ ഒരു പാക്കിലായിരുന്നല്ലോ, കണ്ടില്ല. അപ്പോൾ ആ ഒരു പാക്കിൽ മടക്കി വയ്ക്കുമ്പോഴത്തേക്കും നന്നായി ചുളിവ് വീഴും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ആ പ്ലീറ്റൊക്കെ ഇട്ട് ഒന്നും കൂടെ അയേൺ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇതിൽ കാണുന്ന പോലെ നല്ല ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ അവർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഓണത്തിന് വേണ്ടി പർച്ചേസ് ചെയ്തതല്ല. പിന്നെ എനിക്ക് ഈ ഒരു ടൈമിൽ ഒക്കെ തന്നെയാണ് ഈ ഒരു പാർസലും കൂടെ കിട്ടിയത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഹെവി ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഒരു 3 മീറ്റേഴ്സ് വരുന്ന ഒരു അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് November 15, 2023 ഓർഡർ ചെയ്തതാണ്. എനിക്കിപ്പോൾ ഇത് കിട്ടിയത് 10th June ആണ് കേട്ടോ എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളം ആയല്ലോ അല്ലേ. അത്രയും ഇത് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അവരുടെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ അവരെ ഹാൻഡ് വർക്ക് ആണെങ്കിലും എല്ലാം തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഒത്തിരി കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഈ ഒരു ഡ്രസ് മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 6 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ലോങ് പീരീഡ് ആണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല പേഷ്യൻസ് നമുക്ക് വേണം കേട്ടോ. കാരണം ഇത്രയും സമയം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഈ ഒരു ഡ്രസ്സ് കിട്ടുന്നത്. ഇപ്പോൾ ഇതിൽ കാണുന്നത് ഒരു 3 മീറ്റർ വരുന്ന മെറ്റീരിയലാണ്. അതേ പ്ലസ് ആ ഒരു യോക്ക് പോർഷനിൽ വെക്കാനുള്ള മെറ്റീരിയലും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കാണുന്നത്. ഏകദേശം ഈ ഒരു ടൈമിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതെൻ്റെ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചൊരു കുർത്ത മെറ്റീരിയലാണ്, അൺസ്റ്റിച്ച്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ബാക്ക് പോർഷനിലെ മെറ്റീരിയൽ നമുക്ക് ഈ ഒരു വർക്ക് വരുന്നില്ല കേട്ടോ.
ഇത് 299 ആണ് കേട്ടോ ഈ ഒരു കുർത്ത മെറ്റീരിയലിന് റേറ്റ് വന്നിട്ട്. പക്ഷെ അമ്മയ്ക്ക് ഷോൾ കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ അവർ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് എല്ലാ ചാർജസും ഇൻക്ലൂഡ് ചെയ്തിട്ട് 571 ആണ് കേട്ടോ ഇതിന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. ഞാൻ മൂൺ ഗോഡസിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒന്നും തന്നെ ഓർഡർ ചെയ്യാൻ പറ്റില്ല. ഇവരുടെ വെബ്സൈറ്റ് ത്രൂ മാത്രമേ ഇവർക്ക് ഓർഡർ നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് മോഡ്സ് അവൈലബിൾ ആണ്. നമ്മുടെ സൗകര്യം ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. ക്വാളിറ്റി എല്ലാം തന്നെ അടിപൊളിയാണ്, പക്ഷേ വെയിറ്റിംഗ് ടൈം ഇത്തിരി കൂടുതലാണ്. ഇനി അടുത്തൊരു